വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങളിൽ 49 പുസ്തകവും പുതിയ നിയമഭാഗത്തിലെ 3 പുസ്തകവുമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതും 24 അധ്യായങ്ങളിലായി 1151 തിരുവചനങ്ങളിലൂടെ ലൂക്കാ സുവിശേഷകൻ ഈ ഗ്രന്ഥം വിവരിക്കുന്നു. വിശുദ്ധ പൗലോസിന്റെ സഹയാത്രികനും സഹപ്രവർത്തകനുമായിരുന്ന ഒരു വൈദ്യനായിരുന്ന ലൂക്കായുടെ പ്രത്യേകത അദ്ദേഹം യഹൂദനല്ലാത്ത ഏക സുവിശേഷകൻ എന്നതാണ്. ലൂക്ക യേശുവിന്റെ നേരിട്ടുള്ള 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. ഏതാണ്ട് AD 65-70 കാലഘട്ടത്തിൽ റോമിലോ ഗ്രീസിലോ വെച്ച് എഴുതിയതാണ് ഈ സുവിശേഷം എന്ന് കരുതപ്പെടുന്നു. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനുള്ള പ്രത്യേക ഊന്നൽ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാധാന്യം, ദൈവത്തിന്റെ കരുണ, സർവജന സ്വീകാര്യത എന്നിവ ഊന്നിപ്പറയുന്നു. യേശുവിന്റെ ജീവചരിത്രം ക്രമബദ്ധമായും ചരിത്രാത്മകമായും ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. യേശു ദരിദ്രരുടെയും പാപികളുടെയും സ്ത്രീകളുടെയും സമര്യരുടെയും പുറത്താക്കപ്പെട്ടവരുടെയും സർവ്വജനത്തിന്റെയും രക്ഷകനാണെന്ന സത്യം വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നു. സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, നല്ല സമറിയക്കാരന്റെ ഉപമ, മർത്തായെയും മറിയത്തെയും കുറിച്ചുള്ള വിവരണം, ധൂർത്തപുത്രന്റെ ഉപമ, ഫരീസയരുടെയും ചുങ്കക്കാരന്റെയും ഉപമ, സക്കൈവൂസിന്റെ ചരിത്രം, ഹെറോദേസിന്റെ മുമ്പാകെയുള്ള വിസ്താരം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം തുടങ്ങി മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത പലതും ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. വിജാതീയരുടെ ഇടയിലേക്ക് വളർന്നു വികസിച്ചുകൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെയുംകാൾ ലൂക്കായ്ക്ക് കഴിയുമായിരുന്നു. സ്നാപക യോഹന്നാന്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിലുണ്ടായ അറിയിപ്പോടെ ആരംഭിക്കുന്ന സുവിശേഷം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ് അവസാനിക്കുന്നത്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.